ഈ അടുത്ത സമയത്തും വാട്സപ്പിലൊക്കെ പ്രചരിച്ച ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു ഫിലിം സ്റ്റാർ. അദ്ദേഹം ഒരു മുസ്ലിം നാമധാരിയാണ്. അദ്ദേഹത്തിൻ്റെ മതപരമായ യാതൊരു കാര്യത്തിലേക്കും ഞാൻ ഇടപെടുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരും പറയണില്ല. ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ചാനൽ അവതാരകൻ ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മതത്തിൽ മദ്യം ഹറാമല്ലേ? നിങ്ങളുടെ മതത്തിൽ മദ്യം ഹറാമല്ലേ? അപ്പോൾ അതെ, മദ്യം ഹറാമാണ്. അപ്പോൾ നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പോലും മതത്തിൻ്റെ അധ്യാപനങ്ങളെക്കുറിച്ചൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലക്ക് നിങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം ഭയങ്കര സമ്പൂർണ്ണമാണ്, സാർവലൗകികമാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ മദ്യപിക്കണത് ശരിയായൊരു കാര്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം തിരിച്ചൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിശേഷ ദിവസങ്ങളിൽ അല്പമേ കഴിക്കാറുള്ളൂ. അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് അരിച്ചാലിൽ കിടക്കണ വിധത്തിലുള്ള രൂപത്തിലൊന്നും ഞാൻ ആവാറില്ല. ടെൻഷൻ ഉണ്ടാകുമ്പോഴും സന്തോഷം കൂടുമ്പോഴൊക്കെ അല്പം സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് ഒരു സ്മോൾ ഒക്കെ അടിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന, ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്ന വേദികളിൽ നിന്ന് പോലും അതിന് നിരക്കാത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്താ ചെയ്തത്? ഇസ്ലാം ലഹരിയെ ഹറാമാക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹംർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥവും മദ്യമാകുന്നു, ഹംറാകുന്നു. ഹംർ എന്നുള്ളതിന് കേവലം ഒരു കുടിക്കണ വസ്തു മാത്രമല്ല, അന്ന് അവർക്ക് സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന കാര്യം 6-ാം നൂറ്റാണ്ടിൽ അതായിരുന്നു. പക്ഷെ ആ 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ തന്നെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തി, കുല്ലു മുസ്കിരിൻ ഹംർ, എല്ലാ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളും ഹംറാകുന്നു. ഹംറാകുന്നു, ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥത്തിനൊക്കെ പറയുന്ന പേരാണ് ഹംർ. വകുല്ലു ഹംറിൻ ഹറാം, എന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെ ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുണ്ടോ അതൊക്കെയും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹംറിൻ്റെ പരിധിയിലാണ് വരിക. അതേപോലെ തന്നെ ആ പ്രവാചക ശ്രേഷ്ഠർ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. എത്ര കുറഞ്ഞ ലഹരിയാണെങ്കിലും ശരി, അത് കുറഞ്ഞ അളവിലാണെങ്കിലും കൂടിയ അളവിലാണെങ്കിലും ശരി. അപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് അത് ദൈവപ്രോക്തമായ ആ പടച്ചവനിൽ നിന്ന് വന്നിട്ടുള്ളൊരു നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അവിടെ കൊടുക്കൂല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബോഡിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം അവിടെ കൃത്യമായി എന്ത് ചെയ്യും? മാറ്റി നിർത്താൻ പറയും. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ആൾക്കാർ കഴിക്കുന്ന അതേ ഫുഡ് നമ്മളിവിടെ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ യാ അയ്യുഹൻ നാസ്. ഇതിലൊക്കെ വലിയ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത പോലും തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യന്മാരെ. അപ്പോൾ മനുഷ്യന്മാരോട് പറയുന്ന കാര്യം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലദീന ആമനു അല്ലദീന കഫറു അയ്യുഹൻ നബിയു, ഈ ധാരാളം അഭിസംബോധനകളുണ്ട്. ഈ അഭിസംബോധന കൂട്ടത്തിൽ നാസിനെ വെച്ചുകൊണ്ട് ജനപദത്തെ ഒന്നാകെ, മാനവകുലത്തെ ഒന്നാകെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തിയ വിഷയമാണ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. നിങ്ങൾ ഭൂമുഖത്ത് നിന്ന് ഭക്ഷിക്കേണ്ടത് ഹലാലായ ത്വയ്യിബായ കാര്യങ്ങളെയാണ്. അപ്പോൾ ഹലാല് മാത്രം പോരാ. അപ്പോൾ ഈ കേരളീയ പശ്ചാത്തലത്തിലെ ത്വയ്യിബേദ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത് നമ്മുടെ ആരോഗ്യസ്ഥിതികളിൽ മാറ്റമുണ്ടാകുന്നു എങ്കിൽ, പ്രതികൂലമായി ബാധിക്കുന്നുവെങ്കിൽ അതും നമ്മുടെ ചോദ്യങ്ങളുടെ ലിസ്റ്റിൽ പടച്ചവൻ പ്രത്യേകം തയ്യാറാക്കുന്ന വിഷയങ്ങളായിരിക്കും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് പോലും നമുക്ക് ജാഗ്രത ഉണ്ടാകേണ്ടത്. അപ്പോൾ പുകച്ചിട്ട്, കുത്തിവെച്ചിട്ട്, അതേപോലെ തന്നെ വാസനിച്ചിട്ടും കുടിച്ചിട്ടും ശ്വസിച്ചിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒരുപോലെ ഹറാമാണ്. അപ്പോൾ അതിൻ്റെ മതപരമായ ഫത്വല്ല ഞാൻ പറഞ്ഞത്. ഇതാ സിഗരറ്റ് വലിക്കുന്ന ഒരാൾ ഹറാമ് ചെയ്യുന്നു എന്ന് നമ്മൾ ഒരാളെ മുഖത്ത് നോക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ മതത്തിൻ്റെതായിട്ടുള്ള
പിന്നെ അതിർവരമ്പുകൾ ഇவ்விധം നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ഈ പദാർത്ഥങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് കഴിയേണ്ടത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഏതെങ്കിലും ഒരു ജാഹിലിയത്തിൻ്റെ കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് എങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി സിഗരറ്റ് വലിച്ചതിന് തെളിവ് നമുക്ക് കിട്ടൂല. അപ്പം അന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്ത വിഷയങ്ങളെയാണ് നമ്മൾ മാനിക്കേണ്ടത്. ഇതിൻ്റെ അസലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മദ്യപിക്കുന്ന ഒരാൾ മദ്യപിക്കൂല. എങ്ങനെയല്ലാതെ? അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ടല്ലാതെ. അപ്പോൾ ഒരാൾ മുഅ്മിനായിക്കൊണ്ടൊരിക്കലും ആ പണി ചെയ്യൂല. അപ്പോൾ അയാളത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഈമാനിന് തകർച്ച സംഭവിക്കുന്നു. അപ്പോൾ ഈമാൻ തകർന്നാലുള്ള പ്രശ്നങ്ങൾ അയാൾ പരിഗണിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള സാഹചര്യം അവിടെ ഉടലെടുക്കും. അപ്പോൾ ലാ യശ്റബുൽ ഖംർ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിനുൻ എന്ന് പരിചയപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ സൂചനകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിവുറ്റ ആൾക്കാരാണ്. ഒരു ജനപദം ഒന്നാകെ പരിവർത്തനത്തിലേക്ക് കടന്നു വന്ന സാഹചര്യത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. എന്നിട്ടാണ് ഈ കാലഘട്ടത്തിലും നമുക്കിതിനെ തുരത്തിയോടിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. താമരശ്ശേരിയിൽ ഒരാഷിഖ് എന്ന് പറയുന്ന 24-കാരൻ 53 വയസ്സുള്ള സുബൈദ എന്ന് പറയുന്ന സ്വന്തം പെറ്റുമ്മയെ ജന്മം നൽകിയതിൻ്റെ പാരിതോഷികം എന്ന നിലക്ക് വെട്ടിക്കൊലപ്പെടുത്തുകയാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വ്യക്തിയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. എവിടെയാണ് പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ? നമുക്ക് റൂട്ട് സ്വിച്ച് ചെയ്യാൻ കഴിയേണ്ടത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ SSLC പരീക്ഷയിൽ ഒരൊറ്റ വിഷയം മാത്രമാണ് എഴുതിയത്. ആ വിഷയത്തിന് A+ വാങ്ങിയതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ ഡൗൺലോഡഡ് ഫോം ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവന് ബാക്കി 9 വിഷയവും എഴുതാൻ കഴിയാതാകുമാറ് വിധത്തിൽ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് അവൻ അനുഭവമുണ്ടായത്, അവരുടെ ക്രൂരമായ കിരാതമായ കൃത്യങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നതിൻ്റെ റീസൺ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന വില്ലനായി നിൽക്കുന്ന കാര്യം തന്നെയാണ്. അഫാൻ എന്ന് പറയുന്ന വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്തെ 10-22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഒരു കുടുംബത്തിൽ 5 ആളുകളെ വകവരുത്തിയത്. അതിൻ്റെയും പിന്നിലുള്ള കാരണങ്ങൾ ഒരു പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പുതിയ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ അവിടെ ലഹരിയുടെ പങ്കുണ്ട്. ഒരു നോർമൽ ലഹരി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലക്ക് ഗെയിമിന് അടിമപ്പെട്ട, സിനിമകൾക്ക് അടിമപ്പെട്ട, സീരിയലുകൾക്ക് അടിമപ്പെട്ട, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഈ ഡിവൈസ് മോഡിൽ നിന്ന് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയൊക്കെ ലഹരി അനുഭവപ്പെട്ടിട്ടാണ്, പ്രത്യേകമായ സാമ്പത്തിക ലഹരിയൊക്കെ അടിമപ്പെട്ടിട്ടാണ് ഇത്തരം കൃത്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ മുമ്പ് കാലങ്ങളിലൊന്നും കാണുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടൊക്കെ. അതുകൊണ്ട് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വിജിലൻ്റ് ആയിരിക്കണം വിഷയത്തിൽ. നമ്മൾക്ക് കൃത്യമായി മര്യാദകൾക്കനുസൃതമായി നിയമങ്ങളുടെ പ്രത്യേകമായ ചട്ടക്കൂടുകളെ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമുക്ക് പഠിപ്പിച്ചു തന്ന നിയമങ്ങൾ, ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ സംസ്കാര സമ്പന്നരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. ഒരു നിയമമാണ് കുനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെ ആകണം കേട്ടോ. അത് ഒരു കൽപ്പനാരൂപത്തിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇനി നിങ്ങൾ പരസ്പരം കാണുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അസ്സലാമു അലൈക്കും. ഇനി അത് കഴിഞ്ഞാൽ ഇതാ ഹുയ്യത്തും ബിതഹിയ്യത്തിൻ റുദ്ദു അഹ്സന മിൻഹ. നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ അഭിവാദനം ചെയ്യപ്പെട്ടാൽ അതിനേക്കാൾ മികച്ചത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രത്യഭിവാദനം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അനുയായികൾക്ക് ആ മര്യാദകൾ പാലിക്കുമ്പോൾ എന്താണ്, ഒരു മരണ വീട്
പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മരണ വീട്ടിൽ പോയാലും നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു. എന്നാൽ ഇത് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ? അവിടെ പോയിട്ട് ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഇല്ല. അങ്ങനെ ഒരു അഭിവാദനത്തിൻ്റെ അതൊരു ടേമിൽ നിന്നുകൊണ്ട് അവിടെ വലിയ ചർച്ചയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വലിയ ഭീകരാക്രമണം എന്തോ നടത്തിയ മാതിരിയാണ്. എന്താ പറഞ്ഞ്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ കേട്ടോ. ഏത് സാഹചര്യത്തിലും നിങ്ങൾ സമാധാനധന്യരായിരിക്കണം. അത് അഫ്ശുസ്സലാമ ബൈനക്കും, അല്ലേ? നിങ്ങൾക്ക് അറിയണോലോട് നിങ്ങൾ പറയാം, വ്യാപിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാകാൻ ഞാനൊരു കാര്യം പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യുത്തരം നൽകിയത്, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. അതൊരു മര്യാദയാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രത്യേകമായി അനുവാദം ചോദിക്കണം. നമ്മൾ അന്യ വീട്ടിലേക്ക് പോകുമ്പോൾ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയണം, അവരോട് അനുവാദം ചോദിക്കണം. ഏത് വീട്ടിൽ കയറുമ്പോൾ അനുവാദമില്ലാതെ ഒരു നിയമത്തെ പരിരക്ഷിക്കുന്ന ഒരാളും ആ വീട്ടിലേക്ക് കയറൂല. അപ്പം അതെന്താ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അയൽവാസിയാണ്, എന്നാൽ പിന്നാമ്പുറത്ത് കൂടെ അങ്ങനെ പോകാം ഒക്കെയാണ്. അപ്പം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ചങ്കും ആണല്ലോ. അപ്പം ഈ നിലക്കല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ആധുനിക സാഹചര്യത്തിൽ കേവലം ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ ഭാഗമായിട്ട് മാത്രം കാണേണ്ടതല്ല. നമ്മുടെ ഡിവൈസുകളിലൂടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു തലം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി സ്വന്തം വീട്ടിലാണെങ്കിൽ പോലുമുള്ള നിയമങ്ങളെ പരിശോധിച്ച് നോക്കൂ. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഈ ഇസ്ലാം പ്രായോഗികമാണ്. അത് എല്ലാ മനുഷ്യന്മാർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ വസ്ത്രങ്ങളൊക്കെ നീക്കം ചെയ്യുന്നതായ നമ്മുടെ ഔറാത്തുകളായിട്ടുള്ള സമയങ്ങൾ, നമ്മുടെ സ്വകാര്യമായ നിമിഷങ്ങൾ, അത് പിന്നെ ഉച്ച കഴിഞ്ഞൊന്ന് മയങ്ങുമ്പോൾ, അതേപോലെ തന്നെ ഇശായിനു ശേഷം രാത്രി സമയം, സുബഹിൻ്റെ മുമ്പുള്ള സമയം, ഈ സമയമൊക്കെ നമ്മൾ നോർമലി നമ്മുടെ ഒരു ഫുൾ കവറിങ് ആയിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് സലാസു ഔറാത്തിലക്കും, ഈ 3 സന്ദർഭങ്ങളും ഔറത്താണ് നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവിടെ പറയാണ്, നിങ്ങളുടെ പെരയിലുള്ള കുട്ടികൾ വരെ നിങ്ങളെ പെരേന്ന് നിങ്ങളെ റൂമിക്ക് വരുമ്പോൾ അനുവാദം ചോദിക്കണം. ഇനി മുതിർന്ന ആൾക്കാരാണെങ്കിലോ സംശയമല്ല, ഓരും അനുവാദം ചോദിക്കണം. അതിഥികളും ആതിഥേയരുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും മര്യാദകളും പഠിപ്പിക്കുന്ന ഇസ്ലാം. ഞാൻ വിശാലമായി ചർച്ച ചെയ്തു പോവല്ല. ആ അതിഥിയെ ആദരിക്കണം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹ്. അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. എവിടെ ആര്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവൻ ആ പണി ചെയ്യട്ടെ. വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അയാൾക്ക് പച്ചവെള്ളം കൊടുത്തിട്ടെങ്കിലും അയാൾ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ വക്താക്കൾ. അത് ഓരോരുത്തരുടെയും ആ ഒരു ആതിഥ്യ മര്യാദ എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും. ചില ആൾക്കാർ ജ്യൂസായിരിക്കും കൊണ്ടുവരുന്നത്, ചില ആളുകൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാകും, ചില ആളുകൾ അതിനേക്കാൾ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുമില്ല, അയാളോട് മാന്യമായി പെരുമാറണം. അയാൾ എന്തപ്പോൾ ഇവിടെ വന്നുകണ്, ഈ പരിപാടിയല്ല ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ അതിഥി സൽക്കാരം പോലെ തന്നെ ആതിഥേയൻ. നമ്മളിപ്പോൾ ഒരു കല്യാണം നടക്കുകയാണ്. ഈ കല്യാണം നടക്കുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കാറുള്ള എന്താണ്, 10-11 മണി മുതൽ 2:30 വരെയാണ് റിസപ്ഷൻ ടൈം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതാണ്. അവിടെ പോയി ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തോടൊക്കെ ഒന്ന് വിഷ് ചെയ്തിട്ട്, നിക്കാഹിൻ്റെ സദസ്സൊക്കെ ആണെങ്കിൽ ബാറക്കല്ലാഹു ലക്കുമാ ബാറക് അലൈക്കുമാ വജമാ ബൈനക്കുമാ ഫീ ഖൈർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് മംഗളങ്ങൾ നേർന്നിട്ട് തിരിച്ചു പോരേണ്ട നമ്മൾ ഈ മര്യാദകൾ ഒക്കെ കാറ്റിൽ പറത്തുകയാണ് ചെയ്യുന്നത്. ഖുർആൻ പറഞ്ഞാൽ എന്താ അറിയോ? സൂറത്തു അഹ്സാബിൽ നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും, വലാ മുസ്തഅനിസീന ബിഹദീസിൻ, അല്ലേ? അവരുമായിട്ട് ഈ ആതിഥേയനങ്ങൾ മുഷിപ്പിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണക്ട് ചെയ്തിട്ടൊരു കാര്യമാണെങ്കിലും അത് ആമായിട്ടുള്ള പ്രയോഗമാണ്. നിങ്ങളുടെ പിന്നെ ആതിഥേയനെ മുഷിപ്പിക്കരുത്. നിങ്ങൾ അയാൾ വിളിച്ചു എന്നുള്ളത് അതൊരു തെറ്റായി നിങ്ങൾ കാണരുത്. ഇതും ഫദ്ഖുലു, നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കയറുക, ആ ഓഡിറ്റോറിയത്തിലേക്ക് കയറി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ ആ പണി കഴിഞ്ഞു, പിന്നെ തിരിച്ചു പോയി മൂപ്പരങ്ങോട്ട് ഇടങ്ങാറാക്കണ്ട. ഇതൊരു മര്യാദയാണ്.
ഇതൊരു മര്യാദയാണ്. അപ്പോൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആൾക്ക് എല്ലാവർക്കും ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല. ഞാനേ ഇവിടെ ഭയങ്കര തിരക്കിലായിരിക്കും, അപ്പം ഇന്ന ഇടങ്ങാറാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കൊണ്ടിട്ടോ എന്ന് പറയേണ്ട ആവശ്യമല്ല. അല്ലെങ്കിൽ കല്യാണ കത്തിൽ ഈ കാര്യം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമല്ല. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കോണം, എനിക്ക് ഭയങ്കര ഇടങ്ങാറായി, കാരണം ബാക്കി മക്കളെ പിന്നെ പേരക്കുട്ടികളെയും മരക്കളെയൊക്കെ നോക്കി ഓലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളതാണ്, നിങ്ങൾ പോയിക്കോളിട്ടോ എന്ന് പറയേണ്ട ആവശ്യമല്ല. നിയമങ്ങൾ ഇൻബിൽട്ടാണ്, അത് ഫിക്സഡാണ്. നമ്മളത് പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേറെ വിഷയം. അപ്പോൾ ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മദ്യത്തെയും ലഹരിയെയും ഒക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സമൂഹം, ആ സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മാറ്റിയെടുത്തത്, ഒരു പുതു തലമുറയാക്കി അവരെ മാറ്റി. കുന്തും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമായിരിക്കുന്നു എന്ന് പരിചയപ്പെടുത്തിയ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ സദാചാരം കൽപ്പിക്കുന്നവരാണ്, നിങ്ങൾ ദുരാചാരത്തെ വിലക്കുന്നവരാണ്, നിങ്ങൾ യദൂനയിലൽ ഖൈർ, അല്ലേ, അവർ ഖൈറിലേക്ക് ക്ഷണിക്കുന്നവരാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിയിട്ട് പ്രത്യേകം വിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു സമുദായമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കൊടുക്കല്ല. നമ്മുടെ സ്കൂളുകളിൽ ക്യാമ്പസുകളിൽ നിന്ന് ഒരു കലാലയം വിട്ട് അടുത്ത കലാലയത്തിൽ ചേർക്കുമ്പോൾ ഒരു കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ കൊടുക്കുന്ന പരിപാടിയല്ല, അതിലെല്ലാവർക്കും ഗുഡും പിന്നെ വെരി ഗുഡും എക്സലൻ്റ് ഒക്കെ തന്നെ ആയിരിക്കും. ഏറ്റവും തന്നിപ്പ് നടത്തിയ ആൾക്കും അവിടെ നിന്ന് കൊടുക്കുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്, ഓൻ എങ്ങനെയും കഴിച്ചിലായിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. ഇത് ആ പരിപാടിയല്ല. നിങ്ങൾ എല്ലാവിധത്തിലുള്ള സാൻമാർഗികതകളുടെ അധാർമികതയുടെ കൂത്തരങ്ങ് തകർത്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് നിങ്ങൾ ജീവിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ കേട്ടിട്ട് മാറാൻ പറ്റിയ ഒരു ജനപദമാണ് നിങ്ങൾ. നിങ്ങളാണ് ഏറ്റവും ഉത്തമർ, നിങ്ങളാണ് അത്യുത്തമർ. ഖൈർ ഉമ്മത്ത് എന്ന് പരിചയപ്പെടുത്തി, അല്ലേ? അവിടെയാണ് ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ തലമുറകളിൽ വെച്ച്, നൂറ്റാണ്ടുകളിലൊക്കെ വെച്ച്, അല്ലെങ്കിൽ ആ ട്രഡീഷന് നോക്കുമ്പോൾ എൻ്റെ ട്രഡീഷനാണ് ഏറ്റവും മികച്ചത്. സുമ്മല്ലദീനയലൂനഹും സുമ്മല്ലദീനയലൂനഹും, അതിനുശേഷം പിന്നെ വരുന്നത്. ഇപ്പോഴൊക്കെ ചപ്പുചവറുകൾ ചണ്ടികളെ പോലെ ആകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയായി നമ്മുടെ തലമുറ മാറുമ്പോൾ നമ്മൾ എന്താണ് നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള കാര്യം എന്താണ്? ആ സാധനം നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുമ്പ് വ്യക്തമായ വഴികേട് ആയിരുന്ന ഒരു ജനം, ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തെ സമ്പൂർണമായ ഒരു പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി ഖുർആൻ പറയാം. മഹാനായ ഇബ്രാഹിം പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വ നിയോഗത്തിലേക്ക് കടന്നു വരുന്നു. അത് സൂറ ബഖറയിലെ 127 മുതലുള്ള വചനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോണില്ല, ഇവിടുത്തെ വിഷയം പറയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ സമൂഹം? ജാഹിലിയത്ത് പഠിച്ച ഒരാൾക്ക് ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ കഴിയും. അവിടെ ഹജ്ജ് ഉണ്ടായിരുന്നു. ആ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞത് എന്താ? വമാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുഖാഅൻ വതസ്ദിയ. അവർ ആ കഅബാലയത്തിൻ്റെ മുമ്പിൽ അള്ളാഹ്ക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ സന്മാർഗമൊക്കെ ആയിട്ടുള്ള ആ പ്രത്യേകമായ ഗേഹത്തെപ്പറ്റി പരിചയപ്പെടുത്തി അവിടെ നിന്ന് അവർ നടത്തിയ ജാഹിലിയത്തിൻ്റെ സംസ്കാരങ്ങൾ കൊണ്ടവർ നടത്തിയ ആരാധനകളുടെ പോലും പ്രത്യേകമായ രീതിശാസ്ത്രം എന്തായിരുന്നു, മെത്തഡോളജി എന്തായിരുന്നു എന്ന് പറയുന്നിടത്ത് ഇല്ലാ മുഖാഅൻ വതസ്ദിയ, കേവലം കൊട്ടുപുളികളും ആർപ്പട്ടഹാസങ്ങളും ആഢ്യത്വം വിളംബരം ചെയ്യലുമല്ലാതെ ഒന്നുമായിരുന്നില്ല എന്നാണ്. ആ നാട്ടിൽ നടന്നിരുന്ന വിവാഹത്തിൻ്റെ കൾച്ചർ നോക്കുമ്പോൾ ഇന്നത്തെ അരാജകവാദം അവിടുന്ന് കടമെടുത്തതാണെന്ന് ബോധ്യപ്പെടും. ഇന്നത്തെ അരാജകവാദം അവിടുന്ന് കടമെടുത്തതാണ്. 5 വിധത്തിലുള്ള നിക്കാഹുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. 4 അങ്ങോട്ട് തട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ ഉണ്ടായിരുന്ന 1 മഹർ കൊടുത്ത് പുരുഷൻ പെണ്ണിൻ്റെ വലിയിൽ നിന്ന് സ്വീകരിക്കുന്ന ആ പോയിന്റ് മാത്രം, അല്ലെങ്കിൽ 4 രൂപത്തിലുണ്ടായിരുന്ന അതിൽ 3 എണ്ണം തട്ടിയിട്ട് 1 മാത്രം സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഇതാണ് റസൂൽ ഉണ്ടാക്കിയ പരിവർത്തനം.
ആ ടീമിനെ ഹൈറു ഉമ്മ എന്ന് പറയാം. നമുക്കൊരു ഹൈറു ഉമ്മത്തിൻ്റെ ആ ക്രെഡിബിലിറ്റിയെ നിലനിർത്തിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടത്. മഹല്ലുകൾ ശാക്തീകരിക്കപ്പെടേണ്ടതിന് നമ്മുടെ മുമ്പിൽ പ്രധാനമായും ടേംസുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മളെ ഹൈറു ഉമ്മയാണ്, അൻതുമുൽ അഅലൗനാണ്, നമ്മൾ ഖലീഫയാണ്. ഈ 3 ടേമുകളിൽ ഊന്നി നിന്നുകൊണ്ടാണ് മഹല്ല് ശാക്തീകരണം കൃത്യമായി നടപ്പിലാക്കേണ്ടത്. അപ്പം ആ നിലക്കൊക്കെ നമ്മൾ പരിചയപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വളരെ സമ്പന്നമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമാണിത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തിലേക്ക് പ്രധാനമായി 3 ഘട്ടങ്ങളിലായിട്ടാണ് ലഹരിയെ ഉന്മൂലനം ചെയ്യുന്നത്. 3 ഘട്ടങ്ങളിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ മിനിസ്റ്റർ MP രാജേഷ് പറഞ്ഞ ഡയലോഗൊന്നും അവിടെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിലുണ്ടല്ലോ, ഈ ലഹരി എന്ന് പറയുന്ന ഒരു മുന്തിരിച്ചാറിൻ്റെ സുഖമാണ് അവരതിൽ നിന്നുള്ള പ്രയോജനമായി കണ്ടത്. ഇതിൽ നഫ്ഉണ്ട്, ഇസ്മുണ്ട്. ഇതിൽ ഉപകാരമുണ്ട്, തിന്മയുമുണ്ട്. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. എന്നാൽ ഇതിലെ തിന്മയുടെ ആധിക്യം ഇതിലെ പ്രയോജനത്തെ എല്ലാ നിലക്കും താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിൽ പ്രയോജനമുണ്ടോ? പ്രയോജനമുണ്ട്. എന്താ, മുന്തിരിയിൽ പ്രയോജനമില്ലേ? അപ്പോൾ ആ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞിടത്ത് തന്നെ ആ ഇസ്മിനെ മുന്തിപ്പിച്ചു. ഇസ്മാണ് പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ എന്ന്. 1-ാമത്തെ ഘട്ടം അതാണ്. കുറേ ആൾക്കാർ ഒഴിവാക്കി. 2-ാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു, അല്ല മനുഷ്യന്മാരെ, നിങ്ങൾ നിസ്കരിക്കാൻ വരരുത്, ആരാധനകളിൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വഅൻതും സുകാറ, അല്ലേ, ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ആരാധനയിലേക്ക് എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇന്ന് എന്ത് മനസ്സിലാക്കാം? ഞാനൊരു വേറെ വ്യാഖ്യാനം കൊടുക്കുമെന്നാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ അള്ളാഹുമായി കണക്ട് ചെയ്ത ഒരു സാധനത്തിലേക്ക് നിങ്ങൾ വരരുത്, ഒരു നന്മയിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. പിന്നെ പറഞ്ഞെന്താ? വഅൻതും സുകാറ. എങ്ങനെ? നിങ്ങൾ മത്ത് പിടിച്ചവരായിക്കൊണ്ട് വരരുത്. കുറേ ആൾക്കാർ അവിടെയും സമ്പൂർണമായി അത് ഒഴിവാക്കാൻ തയ്യാറായി. പിന്നെയാണ് പറഞ്ഞത് അവരോട്, നിങ്ങളെ ദൈവബോധത്തിൽ നിന്ന് തകർത്ത് കളയുന്ന, എല്ലാ നിലക്കും സബീലുള്ളയിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്ന, നിങ്ങൾക്കിടയിൽ അദാവത്തുണ്ടാക്കുന്ന, ശത്രുതയുണ്ടാക്കുന്ന ഈ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങളെന്താ വിരമിക്കാത്തത്? നിങ്ങൾക്ക് വിരമിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതോടുകൂടി മരുഭൂമിയിലെ തെരുവോരങ്ങളിലൂടെ മദ്യവീപ്പകൾ ഒഴുക്കപ്പെടുകയാണ്. ഇത് മാത്രം 2 മണിക്കൂറൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളത് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രമാത്രം നമുക്ക് പരിചിതമായൊരു കാര്യമായതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോണില്ല. എന്നിട്ട് അവരിൽ നിന്നുണ്ടായ പരിവർത്തനത്തെ അവർ ഹൈറു ഉമ്മത്തായി പരിചയപ്പെടുത്തിയതിൻ്റെ കാരണത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവരുടെ ചോദ്യങ്ങൾ, അവർക്ക് നൽകിയ മറുപടികൾ ഒക്കെ അത് അവിടെ വിഷയീഭവിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ആ പ്രവാചകാനുയായികളുടെ ചോദ്യം ഉണ്ടായത്. അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കാൻ പറ്റുമോ? എന്താ ചോദ്യം? ചോദ്യത്തിൻ്റെ മർമ്മം എന്താ? ആ ഒട്ടകങ്ങൾ ഭക്ഷിച്ചിട്ടുള്ള പുല്ല് മുമ്പ് അവരൊഴുക്കി വിട്ട മദ്യവീപ്പകളിൽ നിന്ന് ഒഴുകിപ്പോയിട്ടുള്ള മദ്യങ്ങൾ മരുഭൂമിയിലെ മരീചികയിൽ തളം കെട്ടി നിന്ന് അവിടെ നിന്ന് മുളച്ചു പൊന്തിയിട്ടുള്ള പുല്ലാണ്. അപ്പം ആ പുല്ല് കഴിച്ച ഒട്ടകങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായി അവരിലുണ്ടായിട്ടുള്ള പോഷണങ്ങൾ, ഇതൊക്കെ ആണല്ലോ ഈ പാലിൻ്റെ ഒരു സത്ത് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്ന് അവർ മാറിയ മാറ്റമാണ്. അപ്പം ഈ മാറ്റത്തിന് എവിടം കൊണ്ടേ സാധിക്കുകയുള്ളൂ? സേ നോ ടു ഡ്രഗ്സ് എന്ന് പേരിൽ എഴുതി വെക്കാൻ വളരെ എളുപ്പമാണ്. പേരിൽ എഴുതി വെക്കാൻ ഒരു പ്രശ്നമല്ല, ക്യാപ്ഷനൊക്കെ വളരെ അടിപൊളിയായിരിക്കും. പക്ഷേ അത് ആരോഗ്യ പ്രശ്നങ്ങൾക്കപ്പുറം, നിയമക്കുരുക്കുകൾക്കപ്പുറം, സാമൂഹികമാകുണ്ടാകുന്ന അരക്ഷിതാവസ്ഥകൾക്കൊക്കെ അപ്പുറം അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരാൾ മാറി നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉള്ളവരുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊക്കെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ചർച്ചകളാണ് എമ്പാടും ഏത് നിലക്കും നമുക്ക്
ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടത്. ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് ഇതിനൊക്കെ നമുക്ക് പ്രത്യേകമായി ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ നിരോധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. എന്താ ശപിച്ചിട്ടുള്ളത്? അശറത്തൻ ഫിൽ ഖംർ, ഈ ഹംറുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കുല്ലു മുസ്കിരിൻ ഹംർ എന്ന് പറഞ്ഞല്ലോ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പദാർത്ഥങ്ങളെ സംബന്ധിച്ചിട്ടും 10 കാര്യങ്ങൾ അവിടെ ഹറാമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായി റസൂൽ വിലക്കിയിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ആ ശാപത്തിൻ്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ അവിടെ അതുമായി ഒരു ചെറിയ സാധ്യത പോലും നമുക്കില്ല എന്ന് ബോധ്യപ്പെടും. ഒരു ചെറിയ സാധ്യത, അതിനോടിങ്ങനെ ഒന്ന് ഒട്ടി നിൽക്കാൻ, നമ്മളിത് ഉപയോഗിക്കുന്ന ആൾക്കാരോടൊപ്പം നിന്നിട്ട് ചിക്കനും ബീഫും അവരുപയോഗിക്കുന്ന കറികളും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കഴിക്കാം, ഓല് കുടിക്കണത് കുടിച്ചോട്ടെ എന്ന് പോലും ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് യാതൊരു നിലക്കും അർഹതയില്ല. കള്ള് ഷാപ്പ് പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് കപ്പയും ഇറച്ചിയും നല്ല ടേസ്റ്റുള്ള രൂപത്തിലുള്ള അല്ലേ ഷാപ്പ് കറിയൊക്കെ നമ്മൾ വേറെ പലർന്നും ടേസ്റ്റ് ചെയ്യാറുണ്ടാവും. പക്ഷെ അവിടെ പോയി അങ്ങനെ ഇരുന്ന് അല്ലേ ഈ മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കുന്ന ആളുകൾ പോലും ശാപത്തിന് വിധേയമായവരാണ്. ആർക്കാ മെച്ചം? നമ്മുടെ സംസ്കാര സമ്പന്നമായൊരവസ്ഥക്ക് വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ലഹരി വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കുന്ന പ്രത്യേകം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖഉദന്ന അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ എന്നാണ്. മദ്യം വിളമ്പുന്ന ലഹരിയെ പ്രത്യേകമായി മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തും ആ കാര്യങ്ങൾ അവിടെ നമുക്ക് പ്രത്യേകമായി സമരസപ്പെട്ടു കൊടുക്കാൻ പാടുള്ളതല്ല എന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഈ കാരണം കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെയൊക്കെ പരിഹാരങ്ങളെ വ്യവസ്ഥാപിതമായി ഞാൻ സൂചിപ്പിച്ചതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് നമ്മുടെ പുരക്കകത്തുള്ള കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അവരെ പ്രയാസപ്പെടുത്തി, അവരെ പീഡിപ്പിച്ച്, അവരെ ശല്യപ്പെടുത്തി ഒരു മിസ്പാരൻറ്റിങ് നടത്തിയിട്ടൊന്നല്ല ഇതിന് നമ്മൾ പ്രത്യേകമായ പരിഹാരം കാണേണ്ടത്. മറിച്ച് അവരെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് ഈ ആശയങ്ങളുടെ പ്രത്യേകതകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചെറിയ പ്രായം മുതൽക്കേ ധാർമ്മിക ചിട്ടയിലൂടെ അവരെ വളർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ഇത് ഞാൻ ഒരിക്കലും അതിലേക്കില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകമായ കരുത്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എല്ലാത്തിലേക്കും വലിഞ്ഞു കയറിയതിന് ശേഷം ഏതെങ്കിലുമൊക്കെ പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഫത്വ ചോദിക്കാൻ നമ്മൾ നിൽക്കുന്ന ആൾക്കാരായി നമ്മൾ മാറരുത്. മറിച്ച് എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് അല്ലേ ചില രക്ഷിതാക്കളൊക്കെ പറയും, പലപ്പോഴും പ്രയാസങ്ങളായിട്ട് കൗൺസിലർമാരുടെയൊക്കെ മുമ്പിൽ പോയി പറയണ കാര്യം എന്താണ്, എൻ്റെ മകനെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ട് എൻ്റെ മകനെ കുറ്റം പറയാൻ, എൻ്റെ മകളെ കുറ്റം പറയാൻ ഞാനൊരിക്കലും റെഡിയല്ല എന്നിട്ടോ. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഏലുമാല് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അവരെ കൊണ്ട് ഉണ്ടാകുമ്പോഴാണ് പ്രത്യേകം കൈമലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുകളെ പറ്റി കൃത്യമായി ധാരണ ഉള്ളവരായിരിക്കണം. അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പറ്റിയിട്ട് നമുക്ക് ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അവർ ഗെയിമിന് അടിമകളാണോ, ആ ഗെയിം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് വാപ്പാക്കറിയണം, അമ്മക്കറിയണം. ഇതൊക്കെ പറയുമ്പോഴും ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആശങ്കയുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ നിലക്ക് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നുകൊണ്ട് ധാർമ്മികമായൊരു ശിക്ഷണത്തിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിനൊക്കെ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുക. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകം പറയാനുള്ളത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സമാധാനധന്യമായിട്ടൊരു ജീവിതമാണ്. ആ സമാധാനധന്യമായ ജീവിതത്തിന് നമ്മൾ പ്രത്യേകമായി നമ്മുടെ വീടകങ്ങളെ ക്രമീകരിക്കണം. വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയാണ്, വീടകങ്ങളിൽ നിന്ന് പ്രത്യേകമായ ദിക്റുള്ളയുടെ സ്ഥാനങ്ങളെ ഓർത്തെടുക്കാനും എല്ലാവരും
ആ പടച്ച റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകലിനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശാലമായൊരു ചർച്ചയുടെ ഭാഗമായി അതിൻ്റെ യഥാർത്ഥ പരിഹാരം എന്ത് എന്നൊരു തലത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടാനാണ് പ്രത്യേകം ആഗ്രഹിച്ചിട്ടുള്ളത്. അതാണ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പരിഹാരത്തെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമൂഹത്തിലുടനീളം വർദ്ധിച്ചു വരുന്ന അരാജകവാദങ്ങൾക്ക് പരിഹാരമായി ഇവിടെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് നമ്മളാരും രൂപപ്പെടുത്തിയതല്ല, മറിച്ച് നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചവൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് നമ്മുടെ കൈകളിലൊക്കെ ഉണ്ട്. അത് തുറന്ന് പഠിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അതിൻ്റെ വിശാലമായ ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം, അതിനെ പ്രായോഗികവൽക്കരിക്കണം. ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. സർവമാന സ്വതന്ത്രവാദങ്ങളുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളെയും തിരിച്ചറിയാനും അത് തിരുത്താനും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സർവമാന നിയമങ്ങളും അത് പടച്ചറബ് നൽകിയ നിയമങ്ങളാണെങ്കിൽ അതിൽ സുരക്ഷയുടെ, നമ്മുടെ സമാധാനത്തിൻ്റെ, സമൂഹ നന്മയുടെ ഒക്കെ ഒരു തലങ്ങൾ ഉണ്ടാകും എന്ന് ആ തലങ്ങളെ നമ്മൾ എത്ര കെടുത്തിക്കളയാൻ ശ്രമിച്ചാലും അത് ഓരോ കാലഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് വിധേയമാവുക തന്നെ ചെയ്യും. എന്തുകൊണ്ടൊരു പെണ്ണ് മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നു, എന്തുകൊണ്ടൊരു പെണ്ണ് ആ മേക്കപ്പും അതുപോലെ തന്നെയുള്ള ഫൗണ്ടേഷനും തുടങ്ങിയിട്ടുള്ള തൻ്റെ സൗന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നില്ല. അതിന് മതപരമായ അവരുടെ പ്രത്യേകമായ ശിക്ഷണം കിട്ടിയതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. എന്നാൽ ആ ശിക്ഷണത്തിലൂടെ ലഭ്യമാകുന്ന നേട്ടം അവർക്ക് മാത്രമല്ല, ഇൻഡിവിജ്വൽ അല്ല, മറിച്ച് അതൊരു പബ്ലിക്കായിട്ട് മൊത്തത്തിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഗുണങ്ങളാണ്, ബെനഫിറ്റുകളാണ് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്നോട് തീറ്റയുടെ കാര്യത്തിൽ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ക്രമീകരണം വരുത്താൻ എൻ്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞാനത് ക്രമീകരണം വരുത്തുന്നു. അതിലൂടെ ഗുണം എല്ലാവർക്കും ലഭിക്കുന്നു. എന്നോട് പ്രത്യേകമായി വൈവാഹിക രംഗത്ത് പാലിക്കാൻ പറഞ്ഞ നിയമം ഞാൻ പാലിക്കുമ്പോൾ എനിക്കും സമൂഹത്തിന് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നു. എന്നോട് സംസാരം, സംസ്കാരം, പെരുമാറ്റം, ബിഹേവിയർ എല്ലാ കാര്യത്തിലും A to Z വിഷയങ്ങളിൽ ഞാൻ പാലിക്കുന്ന നിയമങ്ങൾ വഴി എനിക്കും സമൂഹത്തിനൊക്കെ അത് ഉപകാരമായി തീരുന്നു എന്നതിനാൽ ആ നിയമത്തിലേക്ക് അടുക്കാൻ, ആ നിയമത്തെ കൂടുതൽ ബൃഹത്തായി പഠിക്കാൻ, ആ നിയമത്തിൻ്റെ മാധുര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ജീവിച്ചു മരണപ്പെട്ട് ആ മരണാനന്തര ജീവിതത്തിൽ സുഖം കണ്ടെത്താൻ, അവിടെ എല്ലാവിധ ആസ്വാദനങ്ങളും യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ അനിയന്ത്രിതമായ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമാർ വിധത്തിലുള്ള ഒരു പ്രത്യേകമായ ജീവിതക്രമം നമുക്ക് മുന്നോട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം എന്ന കൺക്ലൂഷനോടുകൂടി ഈ പ്രത്യേകമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ പറ്റിയതിലൊക്കെയുള്ള സന്തോഷമറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യ ജീവിതങ്ങളിലൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തിയുണ്ട്, അതെ, നമ്മുടെ അയൽവാസിയായിട്ടുള്ള വ്യക്തിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളം ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, അയൽവാസികൾ, എല്ലാവർക്കും നാഥൻ അവരുടെ പാരത്രിക ജീവിതത്തിൽ സുഖവും സൗഖ്യവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കും നമുക്കും നാഥൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും ഒക്കെ ഉൾപ്പെടുത്തി സഹായിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഈ കലുഷിതമായ അന്തരീക്ഷങ്ങൾക്കൊക്കെയും പരിഹാരമായി വിശുദ്ധ ഖുർആനിനെയും മതാധ്യാപനങ്ങളെയും ഒക്കെ കാണാനും അത് കൃത്യമായി ജീവിതത്തിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന നല്ല ഭക്തരിൽ നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് യഥാർത്ഥ ശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന +1 ഡിഗ്രി അലോട്ട്മെൻറ്റുകളുടെയൊക്കെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. റഹ്മാനും റഹീമായ റബ്ബെ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും നല്ല കരിയർ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല മനുഷ്യന്മാരായി, നല്ല വ്യക്തികളായി സമൂഹത്തിനും നാടിനും വീടിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, അതിലുപരി പാരത്രിക വിജയം
നേടാൻ കഴിയുമാർ വിധത്തിലുള്ള പരിശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നല്ല മക്കളെ ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.